നഷ്ടം സംഭവിച്ചാൽ കുറ്റപ്പെടുത്തലും ലാഭം സംഭവിച്ചാൽ തങ്ങളുടേതെന്ന് പറയുന്നതും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് അവരുടെ നല്ല കാലത്ത് പറയുമ്പോൾ എല്ലാവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ BJPയുടെ നുണകൾ വിശ്വസിക്കാൻ ആരും തയ്യാറല്ലാത്തത് കൊണ്ട് അതിലെ കള്ളക്കളികളും അതിവേഗം പുറത്തു വരികയാണ്. പറഞ്ഞു വരുന്നത്, ഡൽഹി വിമാനത്താവളത്തിൽ 1-ാം ടെർമിനലിൻ്റെ മേൽക്കൂര തകർന്ന് ഒരു പാവം ദാരുണമായി കൊല്ലപ്പെട്ട സംഭവം പ്രതിപക്ഷത്തിൻ്റെ തലയിലിടാനുള്ള BJPയുടെയും വ്യോമയാന മന്ത്രി നായിഡുവിൻ്റെയും അടവ് ഒരു ബൂമറാങ് പോലെ തിരിച്ചടിച്ചിരിക്കുകയാണ്. പുലർച്ചെയുണ്ടായ അതിശക്തമായ മഴയിൽ ടെർമിനലിൻ്റെ വൻ തൂണുകൾ നിർത്തിയിട്ട കാറുകൾക്ക് മുകളിൽ വീണാണ് അപകടമുണ്ടായത്. അതിലെ യാഥാർത്ഥ്യം ഇതാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 11-ന് നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച ടെർമിനലിൻ്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പണി പൂർത്തിയാകാതെ തന്നെ ധൃതിയിൽ ഉദ്ഘാടനം ചെയ്തതാണ് ഈ അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് മാത്രമല്ല, അതിനെപ്പറ്റി അറിയാവുന്നവർ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ 1-ാം UPA സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച മേൽക്കൂരയാണ് ഇപ്പോൾ തകർന്നു വീണതെന്നും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ പ്രതിപക്ഷമാണ് അതിന് ഉത്തരവാദി എന്നുമാണ് BJPയും സംഘപരിവാർ ഹാൻഡിലുകളും വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1-ൽ തകർന്നു വീണ മേൽക്കൂര 2008-2009 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. GMR ഗ്രൂപ്പ് ഒരു കമ്പനി കരാർ നൽകിയിരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം ഉദ്യോഗസ്ഥർ തന്നെ അറിയിച്ചു എന്നാണ് വിവിധ സംഘപരിവാർ അക്കൗണ്ടുകളിലെ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ 2008-2009 കാലഘട്ടത്തിൽ 1-ാം UPA ഘടകകക്ഷിയായിരുന്ന NCPയിലെ പ്രഫുൽ പട്ടേലായിരുന്നു വ്യോമയാന മന്ത്രി. ഇപ്പോൾ പ്രഫുൽ പട്ടേലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ അജിത് പവാറിൻ്റെ NCPയും BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഘടകകക്ഷിയാണ് എന്നതാണ് ഏറെ രസകരം. അതായത് കോൺഗ്രസിനെ അടിക്കാൻ BJPക്കാർ ഉപയോഗിച്ച വടി അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു. അഴിമതിക്കാരെ മുഴുവൻ കേന്ദ്ര ഏജൻസിയെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും BJPയിലേക്ക് ചേർത്ത് അഴിമതി മുക്കുകയും ഒക്കെ ചെയ്ത BJPക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പണി വളരെ വലുതാണ്. അതായത് പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രിയായിരിക്കെ നടന്ന എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് ലയനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസ് CBI അവസാനിപ്പിച്ചതും ഇതോടെ രാജ്യത്ത് ചർച്ചയായി കഴിഞ്ഞു. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനൊപ്പം പ്രഫുൽ പട്ടേൽ കൈകോർത്ത് 8 മാസം പിന്നിട്ടപ്പോഴായിരുന്നു അദ്ദേഹത്തിന് CBI ക്ലീൻ ചിറ്റ് നൽകിയത്. യാത്രക്കാർ കുറഞ്ഞിരിക്കുകയും നഷ്ടം നേരിടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ആവശ്യമായ പൈലറ്റുമാർ പോലും ഇല്ലാതിരിക്കെ 15 ആഡംബര വിമാനങ്ങൾ എയർ ഇന്ത്യക്ക് നൽകിയത്. ഈ ഇടപാട് സ്വകാര്യ കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടവും സർക്കാരിന് വലിയ നഷ്ടവും ഉണ്ടാക്കിയെന്നായിരുന്നു ആരോപണം. എന്നാൽ പ്രഫുൽ പട്ടേൽ BJPയുമായി കോർത്തതോടെ ഈ ഇടപാടിൽ അപാകതകൾ ഉണ്ട് എന്ന ആരോപണത്തിന് തെളിവേയില്ല എന്ന ക്ലോഷർ റിപ്പോർട്ട് CBI കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഉത്തരവ് 2017-ലാണ് കേസ് CBI അന്വേഷിക്കാൻ ആരംഭിച്ചത്. പ്രഫുൽ പട്ടേൽ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം 2023 ജൂലൈ 2-ന് NCPയെ പിളർത്തി അജിത് പവാർ വിഭാഗം NDA മുന്നണിയിൽ ചേർന്നപ്പോൾ എല്ലാം ആവിയായി മാറി. പിന്നാലെ അജിത് പവാറിനെതിരായ 25,000 കോടി രൂപയുടെ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലും തെളിവില്ല എന്ന് പറഞ്ഞ് പോലീസ് ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്നാണ് പ്രഫുൽ പട്ടേലിനെതിരായ കേസ് CBIയും അവസാനിപ്പിച്ചത്. അജിത് പവാറിനെതിരായ 70,000 കോടി രൂപയുടെ ഇറിഗേഷൻ അഴിമതി കേസ് 2019 ഡിസംബറിൽ അഴിമതി വിരുദ്ധ വിഭാഗം അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ അവസാനിപ്പിച്ച അഴിമതി കഥകളുടെ ബാക്കി പത്രമായി ഈ ദുരന്തവും അടയാളപ്പെടുത്തുമ്പോൾ അതിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് BJPയും നരേന്ദ്രമോദിയും തന്നെയാണ്.